സ്റ്റാർട്ടിംഗ് 11 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ രണ്ട് സൂപ്പർ താരങ്ങളായിട്ടുള്ള നോവ സദോയിയും തിയാഗോ ആൽവസിനെയും കുറിച്ചാണ്. ഈ രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന താരങ്ങളാണ്. അപ്പോൾ കാറ്റാലയുടെ ഗെയിം പ്ലാനിൽ ഇവരുടെ റോളുകൾ എന്തൊക്കെയായിരിക്കും, ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ISLൽ മികച്ച താരങ്ങളിൽ ഒരാളാണ് നോവ സദോയി. ഗോളുകൾ നേടാൻ സഹായിക്കുന്നതിലും താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റാലയുടെ ഫസ്റ്റ് 11 ചോയ്സ് തന്നെയായിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയി. ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ് നോവ സദോയുടെ കൈ ഭദ്രമാണ്. ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡേവിഡ് കാറ്റാല തിയാഗോ ആൽവസിന് അവസരം കൊടുക്കുന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. തിയാഗോ ആൽവസ് ആണെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങറിനതിലുപരി സെന്റർ ഫോർവേഡായും അറ്റാക്കിംഗ് മിഡായും കളിക്കാൻ ശേഷിയുള്ള താരമാണ് തിയാഗോ. അപ്പോൾ ഈ രണ്ട് താരങ്ങളും ഫസ്റ്റ് 11 വരുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനി രണ്ട് താരങ്ങളും ഫസ്റ്റ് 11 വരികയാണെങ്കിൽ നോവ സദോയി തന്നെയായിരിക്കും ലെഫ്റ്റ് വിങ് കൈകാര്യം ചെയ്യുക. തിയാഗോ ആൽവസ് ആണെങ്കിൽ സെന്റർ ഫോർവേഡായും. 3 റോളുകൾ കൈകാര്യം ചെയ്യാനുള്ള എബിലിറ്റി തിയാഗോ ആൽവസിനുണ്ട്. നോവ സദോയി അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ മാത്രമായിരിക്കും തിയാഗോ ആൽവസിന് ലെഫ്റ്റ് വിങ്ങറായി കളിക്കാൻ സാധിക്കുക. ക്വാമി പെപ്രയുടെ പകരക്കാരനായിട്ടാണ് തിയാഗോ ആൽവസിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ കാറ്റാലയുടെ ഗെയിം പ്ലാനിൽ താരത്തിന്റെ റോൾ സെന്റർ ഫോർവേഡ് തന്നെയായിരിക്കും. ഈ രണ്ട് താരങ്ങളും നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള എബിലിറ്റി ഈ താരങ്ങൾക്കുണ്ട്. ഈ രണ്ട് താരങ്ങളിൽ നമ്മൾ കൂടുതൽ സാധ്യത കാണുന്നത് ലെഫ്റ്റ് വിങ്ങർ റോൾ കൈകാര്യം ചെയ്യുന്നത് നോവ സദോയും സെന്റർ ഫോർവേഡ് റോൾ കൈകാര്യം ചെയ്യുന്നത് തിയാഗോ ആൽവസും തന്നെയായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ഡേവിഡ് കാറ്റാല എന്തെങ്കിലും ചേഞ്ച് വരുത്തുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ രണ്ട് താരങ്ങളും സൂപ്പർ കപ്പിൽ ഡേവിഡ് കാറ്റാലയുടെ ഫസ്റ്റ് 11 ചോയ്സ് തന്നെയായിരിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് താരങ്ങളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് ഡേവിഡ് കാറ്റാല ഏതൊക്കെ റോളുകളായിരിക്കും കൊടുക്കാൻ സാധ്യത എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.